ആദ്യം ശ്രീ MS വേണുഗോപാൽ, ഇത് കൃത്യമായിട്ടുള്ള കണക്ക് ആരും നൽകുന്നില്ല. നമുക്ക് പക്ഷേ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറല്ലേ വിശ്വസിക്കുവാൻ പറ്റുകയുള്ളൂ. കാരണം ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ചാണ് അദ്ദേഹം ഇങ്ങനെയൊരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയത്. തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ ഒരു വട്ടിക്കണക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ കൊടുക്കുന്നത്, സ്പെഷ്യൽ കമ്മീഷണർ കൊടുക്കുന്നത് ആധികാരികമായ കണക്കായിരിക്കും. ആ കണക്ക് ഓഡിറ്റ് ചെയ്ത കണക്കാകുമ്പോൾ അതിൻ്റെ കൃത്യത കുറേ കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അടിസ്ഥാന രേഖകൾ വരെ എടുത്ത് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി എന്ത് മാറ്റം എന്നുള്ളതാണ് ലോകം മുഴുവൻ ചോദിക്കുന്നത്. ഇത് വലിയ ഒരു തട്ടിപ്പിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പലരും സംശയിക്കുന്നതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത്രയും പണം ചെലവാകില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് എന്ന് പറയുന്നത് ഈ നേരത്തെ ദേവസ്വം കമ്മീഷണർ, സ്പെഷ്യൽ കമ്മീഷണർ അല്ല, ദേവസ്വം കമ്മീഷണർ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്ക് അയച്ച കത്ത്, അതായത് റിപ്പോർട്ട്, അത് പ്രകാരം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത്രയും തുകയെ ഇതിനായിട്ട് ചെലവായിട്ട് കണക്കാക്കുകയുള്ളൂ എന്നാണ്. അതായത് എത്ര രൂപയുടെ ബില്ലുകൾ ഹാജരാക്കിയാലും 4.95 4,95,00,000 രൂപയെ അപ്രൂവൽ കിട്ടുകയുള്ളൂ എന്നാണ്. അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? എന്തായാലും ഊരാളുങ്കൽ സൊസൈറ്റി സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥാപനമാണ്. അവർക്കായിരുന്നു ടെൻഡർ. അപ്പോൾ അവർ എത്ര ബില്ല് ഹാജരാക്കിയാലും ഇത്രയേ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. അത് തീർച്ചയായിട്ടും തീരും. പക്ഷേ ഇപ്പം ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ ദേവസ്വം മന്ത്രിയുടെ സംഭാഷണം കേട്ടതാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, നിയമസഭയിൽ ദേവസ്വം ബോർഡ് തന്നെ അറിയിച്ചത്, ഈ പ്രശാന്ത് തന്നെ അറിയിച്ചത് 3 കോടി അവിടുന്ന് എടുത്തിട്ടുണ്ട്, അത് തിരിച്ച് അടയ്ക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതനുസരിച്ച് അദ്ദേഹം മറുപടി കൊടുക്കുകയും ചെയ്തു ശ്രീ തിരുവഞ്ചൂരിന്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് നോട്ടീസ് വരുമെന്നാണ് പറയുന്നത്. ഈ ഡിസ്ക്രിപ്പൻസി വന്നത് എങ്ങനെയെന്ന് ചോദിച്ച് അത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ. അപ്പോൾ ഈ കണക്കുകൾ എങ്ങനെ വിശ്വസിക്കും? അല്ലെ, സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മന്ത്രി VN വാസവൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് 2 കോടി രൂപ അത് തിരിച്ചടച്ചിട്ടില്ല എന്ന്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് തിരിച്ചടച്ചിട്ടില്ല എന്നാണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഇന്നിപ്പോൾ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, K. ജയകുമാർ, മുൻ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു, അവിടെ 7 കോടി ആണ് ചിലവ്. അതിൽ 4 കോടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, 3 കോടി ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണെന്നാണ് അറിയുന്നത്. അത് കോടികളുടെ കണക്കാണ്. ശ്രീ M. ജയചന്ദ്രൻ, ഇവിടെ പ്രശാന്ത് പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.